നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് സ്വാഗതം. റീൽസിന് നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും മലയാളികളും. എന്തിനാണ് ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന റീൽസിന് നമ്മൾ നികുതി കൊടുക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ റീൽസിന് വേണ്ടി ഒരു കേന്ദ്രമന്ത്രി നമുക്കുണ്ടായിപ്പോയി. മറ്റാരുമല്ല, സുരേഷ് ഗോപി. തൃശ്ശൂർ എം പി ആയിരുന്ന സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ റീൽസിലൂടെ തന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ നാട്ടിൽ നടത്തിയെടുക്കാൻ നോക്കിയത്. അത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഒന്ന്, തൃശ്ശൂരിലെ മാതാവിൻ്റെ തലയിൽ, അങ്ങ് ദേവമാതാ പള്ളിയിൽ പോയി മാതാവിൻ്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടം കൊണ്ടുവച്ചു. ആ സ്വർണ്ണ കിരീടം കൊണ്ടുവച്ചത് മാത്രമല്ല, അതേതോ ക്യാമറാമാൻ്റെ കൈ തട്ടി താഴെ പോയി. ഇതൊക്കെ റീൽസിലൂടെ ഇങ്ങനെ ആളിനെ കൂടെ കൊണ്ട് നടന്ന് റീൽസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ തമ്പുരാൻ പോകുന്നിടത്തേക്ക് ഒരു 5-6 റീൽസിൻ്റെ ആൾക്കാർ എപ്പോഴും കൂടെ ഉണ്ടാവും. ചിലപ്പോൾ 10-15 ആയിട്ട് മാറും. തമ്പുരാൻ ഇറങ്ങിയാൽ കുട, ഇറങ്ങിയില്ലെങ്കിൽ കുട. മഴയത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടയെടുത്ത് കൊടുത്തില്ലെങ്കിൽ ഗൺമാനോട് ദേഷിക്കും. ഗൺമാനോട് പോടാ പുല്ലേ എന്ന് പറയും. ഇനി അതല്ല, ഗൺമാൻ കുടയെടുത്ത് കൊടുത്താലും തമ്പുരാൻ ഒറ്റയ്ക്ക് പോകൂ. അങ്ങനെയൊക്കെ ചില പിടിവാശികൾ ഒരുപാടുണ്ട്. ചില സമയത്ത് താറെടുത്തുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നത് കാണാം. അങ്ങനെ പ്രഹസനങ്ങളുടെ മേളിൽ പ്രഹസനങ്ങളുമായി ഒരു കേന്ദ്ര സഹമന്ത്രി. അതാണ് സുരേഷ് ഗോപി, മറ്റൊന്നുമല്ല. പണ്ട് വ്യാജവിലാസത്തിൽ ഒരു കാർ എടുത്തതിന്, അതും പോണ്ടിച്ചേരിയിൽ, ഇവിടെ ഫൈൻ അടിപ്പിച്ച പാർട്ടിയാണ്. ഇവിടെ ഫൈൻ കിട്ടി. അതുമാത്രമല്ല, ഈ പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഇപ്പോൾ ഓരോ ആൽത്തറയിൽ പോയിരുന്ന്, ആലിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കാര്യങ്ങൾ തീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. തൃശ്ശൂർ പല ആൽത്തറകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ വന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, അത് അവരുടെ ബാങ്കിൽ, കരുവന്നൂർ ബാങ്കിൽ കിടക്കുന്ന പണം അതും തിരിച്ചെടുത്തിടക്കാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടി രസാവഹമാണ്. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ, ED-യോട് പറയൂ, ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല, ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. അതേതാണ് ഈ രാജ്യത്തിൻ്റെ മന്ത്രി? എനിക്കറിയാൻ പാടില്ല. ഈ രാജ്യത്തിൻ്റെ മന്ത്രി എന്നൊരു പദവിയുണ്ടോ? എന്താണെങ്കിലും സുരേഷ് ഗോപി ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ റീലോട് റീലാണ്. എവിടെ പോയാലും റീൽസാണ്. അന്ന് ഈ മണിപ്പൂരിലും പിന്നെ ഉത്തരേന്ത്യയിലുമൊക്കെ ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ട് തല്ലിയ സമയത്ത്, മണിപ്പൂരിൽ കലാപം നടന്ന സമയത്ത് സുരേഷ് ഗോപിയെ എന്ന മന്ത്രിയെ മഷിയിട്ട് നോക്കിയാൽ കണ്ടില്ല. മണിപ്പൂരിലും ഇങ്ങനെ തൃശ്ശൂരിലും ഉള്ള മെത്രാന്മാരുമൊക്കെ ഏതൊക്കെ ജ്യോത്സ്യന്മാരെ വരെ കണ്ടെന്നാണ് ചില ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് സുരേഷ് ഗോപി എവിടെയെന്ന് കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞു. ഈ ഇതിനിടയ്ക്ക് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയി. അവിടെ ചെന്ന് പറയുന്നു, നിങ്ങളുടെ അവകാശങ്ങളെല്ലാം നേടി തന്നില്ലെങ്കിൽ 2 ദിവസം MP സ്ഥാനം രാജിവെച്ചിട്ടാണെങ്കിലും ശരി, ഞാനവിടെ വന്നിരുന്ന് കാര്യങ്ങൾ നേരെയാക്കി തരും. ഒന്ന് രാജിവെച്ചിരുന്ന രസമായിരുന്നു. പിന്നെ 4ൻ്റെ അന്ന് വീണ്ടും പോയി ചേരാവുന്നതാണല്ലോ ധാരണ. അതൊന്ന് കണ്ടാൽ അടിപൊളിയായിരുന്നു. ഒരു വളരെ ആഗ്രഹമുണ്ട് 2 ദിവസം ഒന്ന് രാജിവെച്ചിട്ട് ഈ പിന്നെ സമരത്തിലേക്ക് ഒന്ന് പോയി, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സമരത്തിലേക്ക് പോയി അവരുടെ അവകാശങ്ങളൊക്കെ നേടിക്കൊടുത്ത് 4ാം ദിവസം വീണ്ടും പോയി മന്ത്രിയാകുന്നത് ഒന്ന് കാണാൻ കൊതിയായിട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാണെങ്കിലും ഈ പ്രഹസനം ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആൽത്തറ മീറ്റിങ്ങുകൾ, കുളക്കര മീറ്റിങ്ങുകൾ, ബസ് സ്റ്റാൻഡ് മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ആശുപത്രിയുടെ വാതിലിൽ മീറ്റിങ്ങുകൾ, എവിടെ പോയാലും ഞങ്ങൾ റീലിടും. റീലിടാത്ത ഒരു പരിപാടിയും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു വലിയ സത്യം സുരേഷ് ഗോപിയെ കുറിച്ച് പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം.